ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നേ വഷളച്ചീരയെക്കുറിച്ച് അറിഞ്ഞാലോ? നമ്മൾ ചുമന്ന ചീരയും മൈസൂർ ചീരയും അങ്ങനെ പല ചീരകൾ, പച്ചച്ചീരകളും കുപ്പച്ചീരകളും എല്ലാം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ തോരനൊക്കെ വെച്ച് കൂട്ടാറുണ്ട്. അപ്പോൾ ഈ ചീര നിങ്ങളിൽ എത്ര പേര് കൂട്ടിയിട്ടുണ്ടായിരിക്കും? ഇതെല്ലാ വീട്ടിലും ആവശ്യമാണ് കേട്ടോ. കാരണം നമുക്ക് ഏത് സമയത്തും ആവശ്യത്തിന് ഇലയെടുക്കാൻ പറ്റും. എല്ലാ കാലാവസ്ഥയിലും ഈ ഒരു ചീര നമ്മുടെ വീട്ടിൽ നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇത് നട്ട് വെച്ച് ഏകദേശം ഒരു 2 വർഷം വരെ നമുക്ക് ഇതിൽ നിന്ന് ഇലയും തണ്ടും ഒക്കെ എടുത്ത് തോരനും കറിയൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഇല ഔഷധങ്ങളുടെ ഒരു കലവറ തന്നെ ഈ ഇലകളിലുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഏത് കാലാവസ്ഥയിലും ഈ വഷളച്ചീര പിടിച്ചു വരും കേട്ടോ. നമ്മളും ഇവിടെ വെച്ചിട്ടുണ്ട്, 2 വെച്ചിട്ടുണ്ട് കേട്ടോ. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ സമൃദ്ധമായി വരുന്ന ഒരു ഇലയാണ് ബസല്ല, മലബാർ, സ്പാനിഷ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വള്ളിച്ചീര. ജീവകം എയും ഇരുമ്പും കാൽസ്യവും വള്ളിച്ചീരയുടെ ഇലയിൽ ഉയർന്ന തോതിലുണ്ട്. അടുക്കളത്തോട്ടത്തിൽ വളർന്നു വരുന്ന ഒരു മികച്ച ചെടിയാണ് വള്ളിച്ചീര. തണ്ടിന് പച്ച നിറമുള്ളതും വയലറ്റ് നിറമുള്ളതുമായ 2 ഇനങ്ങളാണ് സാധാരണയായി കണ്ടുവരുന്നത്. പച്ച ഇനമാണ് ഏറെ രുചികരം. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടിയാണ് വഷളച്ചീര. വഷളച്ചീരയുടെ ഇല, തണ്ട് മുതലായവ ഔഷധ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാൻ ഈ വഷളച്ചീര ഇപ്പം നമുക്കിതിൽ ഇല എടുക്കാറായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇല എടുത്ത് വരുന്ന സമയത്ത് ഇത് ഞാൻ തോരൻ വെച്ചും പരിപ്പൊക്കെ ഇട്ട് കറിയൊക്കെ വെക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടിപൊളി, ഇതുപോണക്കൊന്നുമല്ല, നല്ല അടിപൊളിയായിട്ട് വലിയ ഇലകളാകും ഇതിൻ്റേത്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പറയുക, കൂട്ടിയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. നല്ല അടിപൊളി രുചിയാണ്. ഇതിവിടെ നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പോയതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് വെച്ച് പിടിപ്പിച്ച് വരുന്നതാണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.